ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക്. ഇതെങ്ങനെ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇടാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 240 ml കപ്പിൻ്റെ അളവിലാണ്. തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വറുത്തെടുക്കണം. അധിക നേരം ഇട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ കടലമാവ് വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തീ ഓഫ് ചെയ്താൽ മതി. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ഈ പൊടിയുടെ ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ കടലമാവ് എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് നെയ്യ് ചൂടാക്കി ഉരുക്കിയെടുത്തിരുന്നു. നെയ്യ് അധികമായി ചൂടാക്കി എടുക്കേണ്ട, ഉരുകി വരുന്നത് വരെ ചൂടാക്കി എടുത്താൽ മതി. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിലുള്ളതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിക്കാം. ഏത് കപ്പിലാണോ കടലമാവ് എടുത്തത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ നെയ്യ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ടത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. പഞ്ചസാര അലിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് പാത്രത്തിൻ്റെ ഉള്ളിലായി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാര അലിഞ്ഞ് 1 സ്ട്രീം കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുറുക്കിയെടുക്കണം. അതായത് വിരൽ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നൂല് പോലെ വലിയുന്നത് കാണാം. അതുവരെ ഇത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് നേരത്തെ കടലമാവിലേക്ക് നെയ്യ് മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നേരത്തെ എടുത്തതിൻ്റെ ബാക്കി 1/2 കപ്പ് നെയ്യ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കടലമാവ് നെയ്യെല്ലാം വലിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടുതൽ നേരം ഇത് കുറുക്കിയെടുക്കുകയാണെങ്കിൽ മൈസൂർ പാക്ക് നല്ല ഹാർഡായിട്ട് വരും. നമ്മളിപ്പോൾ സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിക്കാം. സ്റ്റീൽ പാത്രത്തിലും ഗ്ലാസ് വെയറിലും ഒഴിക്കാം. അത് സെറ്റായിക്കോളും. എന്നിട്ട് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. അതിനുശേഷം മുകളിലൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി തട്ടിയതിന് ശേഷം അരമണിക്കൂർ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.